أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ റമളാൻ 25. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലും നാം പ്രവേശിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു റമളാൻ കൂടി യാത്രയാവുകയാണ്. 25 ദിവസങ്ങളായി നമ്മൾ ഫാക്ടറിയിലാണ്. നാം ആ ഫാക്ടറിയിൽ വെച്ച് നാം നിർമ്മിച്ചെടുക്കുകയായിരുന്നു. സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി, നരക വിമോചനം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇത്രയും ദിവസങ്ങളായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വിട്ടേച്ചുകൊണ്ടാണ് നമ്മൾ ഈ റമളാനിനോട് വിട പറയാൻ പോകുന്നത്. ഖദ് ജാഅക്കും ശഹ്റുൻ മുബാറക്, തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹീതമായ പവിത്രമായ ഒരു മാസം വന്നു. ഫീഹി ലൈലത്തുൻ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. അത് ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാളും പുണ്യകരമായ ഒരു രാത്രി. അങ്ങനെയുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പറയപ്പെട്ട ഈ ഒരു രാത്രിക്ക് വേണ്ടി നമ്മൾ വല്ല പരിശ്രമവും നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നടത്താനുള്ള ആലോചന നമ്മൾക്കുണ്ടോ? ഇനിയുണ്ട് ദിവസങ്ങൾ. ഏതു ദിവസമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായി പറയാത്തത് കൊണ്ട് തന്നെ റമളാനിലെ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവുകളിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെപ്പോഴാണ് എന്ന്, അത് 21-നാകാം, 23-നാകാം, 25-നോ 27-നോ 29-നോ ആകാം എന്നാണ് പ്രവാചകന്റെ കൽപ്പന. അപ്പോൾ ഇവിടെ ചോദ്യം, ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ഈ ഒരൊറ്റ രാവിനെ നേടിയെടുക്കുന്നതിന് വേണ്ടി നാം എന്ത് ആലോചനയാണ് നടത്തിയിട്ടുള്ളത്? റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണിയും പരിവട്ടവും പൈതാഹവുമല്ലാതെ അതുമാത്രമായി നിൽക്കുന്ന എത്ര നോമ്പുകാരുണ്ട് നമ്മുടെ രാജ്യത്ത്. വറുബ്ബ ഖായിമിൻ, എത്ര നമസ്കാരക്കാരുണ്ട്, ലൈസ മിൻ ഖിയാമിഹി ഇല്ലസ്സ, വെറും ഉറക്കൊഴിച്ചിൽ മാത്രം.
ഉറക്കമിളക്കുക എന്നതിനപ്പുറം നമസ്കാരം കൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് പ്രയോജനമാണ് ഈ രാത്രിയിലെ ഖിയാമ് കൊണ്ട് അവർക്ക് കിട്ടാൻ സാധിച്ചത്? അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വെറുതെ നോമ്പെടുക്കുന്നു, പട്ടിണി കിടക്കുന്നു. അവർക്ക് അവസാനം ബാക്കിയാകുന്നത് ഈ ദാഹം മാത്രമാണ്, അല്ലെങ്കിൽ വിശപ്പ് മാത്രമാണ്. നമസ്കാരവും അങ്ങനെയാണ്. ജീവനില്ലാത്ത നോമ്പും ജീവനില്ലാത്ത നമസ്കാരവും നമ്മൾ നിർവഹിച്ചാൽ അത് ഒന്നും നമുക്ക് പ്രയോജനം ചെയ്യപ്പെടുകയില്ല. എന്തിനാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നമ്മൾക്കൊരേ ഒരു ലക്ഷ്യം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും ഇടങ്ങേറാക്കാതെ ഞാൻ ചെയ്ത എൻ്റെ അമലും എൻ്റെ പ്രവൃത്തിയും കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ദുനിയാവെന്ന് വിട പറയണം. അതോടൊപ്പം എനിക്ക് സ്വർഗവും കിട്ടണം. വേറെ ഭൗതികമായ ഒരു താല്പര്യവും നമ്മൾ ഈ നോമ്പിലൂടെയോ നമ്മുടെ ഈ ഖിയാമുൽ ലൈലിലൂടെയോ തറാവീഹുകളിലൂടെയോ തഹജ്ജുദിലൂടെയോ ഒന്നും മറ്റൊരു നേട്ടവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീന പള്ളിയിൽ സുബ്ഹ് നമസ്കരിച്ചിങ്ങനെ ഇരിക്കുമ്പം ഭയങ്കരമായ കരച്ചിൽ, അതിഭയങ്കരമായ കരച്ചിൽ. തൻ്റെ സഖാക്കള് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ഉമർ, അങ്ങക്ക് എന്ത് പറ്റിപ്പോയി? എന്തിനാണ് അങ്ങ് ഇങ്ങനെ കരയുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ ചോദിക്കുകയുണ്ടായി. ആരാണ് ഈ ഉമർ? നമ്മളറിയണം. ഭരണം കിട്ടിയ ഉടനെ, ഭരണാധികാരിയായ ഉടനെ തന്നെ തൊട്ടു അടുത്ത ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ തലയിൽ ഒരു ചുവടും കയറ്റി വരുന്ന സമയത്ത് ആ വൃദ്ധയായ സ്ത്രീയുടെ തലയിൽ നിന്ന് ആ ചുവട് വാങ്ങി ആ വൃദ്ധയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ഭരണാധികാരി അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. തീർന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ വേഷം മാറിയിട്ട് തൻ്റെ ഭാര്യ ആത്തിക്കയെയും കൂട്ടിയിട്ട് മക്കയുടെയും മദീനയുടെയും അതിർത്തികളിൽ അവിടെ താമസിക്കുന്നവരുടെ സങ്കടങ്ങളും അവിടെ താമസിക്കുന്നവരുടെ വേദനകളും അറിയുന്നതിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ സഞ്ചാരം നടത്തിയിരുന്ന ഭരണാധികാരിയായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവിടെയും തീർന്നില്ല. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഏതെങ്കിലും ഒരു പട്ടിണി, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ പട്ടിണി കിടന്നാൽ അതിന് നാളെ നാഥന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന ഉത്തമമായ ബോധ്യമുള്ള ഭരണാധികാരിയായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു തആല. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പൊട്ടിക്കരയുന്നത്. ഇത് കണ്ട് സഹാബികൾ ചോദിക്കുകയാണ്, അല്ലേ ഉമർ, എന്തിനാണ് അങ്ങ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഉമറേ, നീ ഇസ്ലാമിന്റെ കവാടമാണ്, നീ ഈ ദീനിന്റെ കവാടമാണ് എന്ന് ഉമർ ഖത്താബിനോടാണ് പറയുന്നത്. ആ ഉമർ ഖത്താബാണ് പൊട്ടിക്കരയുന്നത്. നമ്മൾ അറിയണം. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു കൈകൾ മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എൻ്റെ കൈവശമുള്ള ഒരു ചാട്ടവാറുണ്ടല്ലോ, ആ ചാട്ടവാറ് ചാരി വെക്കാൻ അവിടെ എനിക്കൊരിടം കിട്ടുമോ, എനിക്കങ്ങനെ ഒരു സ്ഥലം കിട്ടാതിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്, ഭയപ്പെട്ടിട്ടാണ് ഞാൻ കഴിയുന്നത്. തീർന്നില്ല. എന്നിട്ട് ഉമർ ഖത്താബ് വീണ്ടും ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഉമർ ഖത്താബ് പറയാ, ഉമറിനെ നീ നിന്ദിക്കല്ലേ, ഉമറിനെ നീ അപമാനിക്കല്ലേ റബ്ബേ, അല്ലാഹുമ്മ ലാ തുഖ്സിനി, പടച്ചവനെ എന്നെ അപമാനിക്കല്ലേ എന്ന് പറയുന്നത് ആരാ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. നമ്മൾ അറിയണം, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നു, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് അതിന് വിധേയമായി നമ്മൾ ജീവിക്കുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, നമ്മൾ നോമ്പെടുക്കുന്നു, നമ്മൾ സക്കാത്ത് ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു. അതോടൊപ്പം നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ടോ? അള്ളാഹുവിനോട് നമ്മൾ ഈ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുള്ള
കണക്കുകൾ നിരത്താൻ നമ്മൾക്ക് കഴിയുമോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കണക്കുകൾ നിരത്താൻ, അത് പറയാൻ ആർക്കാണ് ഇന്ന് കഴിയുക? ഇത് മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം, നമ്മൾ ചെയ്ത നന്മകളും അമലുകളും വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അള്ളാഹുവേ എനിക്ക് രക്ഷ നൽകണേ, അള്ളാഹുവേ എനിക്ക് സ്വർഗം നൽകണേ എന്ന് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത നന്മകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരവും സക്കാത്തും ദാനധർമ്മങ്ങളും ഖിയാമുൽ ലൈലും ഇതെല്ലാം. അതിനപ്പുറം ഖുർആൻ ഈ റമളാനിലെ വാർഷിക, റമളാനിന്റെ റമളാൻ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ഒരു മാസം എന്ന നിലയിൽ ഇതിന്റെ ഖുർആൻ ഇതുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നല്ലേ. ഖുർആൻ നാളെ പരലോകത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും സാക്ഷി പറയണം. ഇന്നാലിന്ന വ്യക്തി എന്നെ പാരായണം ചെയ്തിട്ടുണ്ട്, എന്നെ ഓതിയിട്ടുണ്ട്, എന്നെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നാലിന്ന വ്യക്തിക്ക് ശുപാർശ നൽകണം എന്ന് ആര് പറയണം? ഖുർആൻ പറയണം. നമ്മുടെ നോമ്പ് പറയണം, നമ്മുടെ നമസ്കാരം പറയണം, നമ്മുടെ ഖിയാമുൽ ലൈൽ രാത്രിയിലെ യാമങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്ന നമ്മുടെ നമസ്കാരം നാളെ നമ്മൾക്ക് സാക്ഷിയാകണം. നമ്മുടെ കൈവശം എന്തുണ്ട്? എന്താ നമ്മുടെ കൈവശമുള്ളത്? ഏതു സമയവും നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? അള്ളാഹു അവന്റെ വേദഗ്രന്ഥത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അതല്ലേ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, നാളെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് സേവനം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് അമല് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഏതു സമയവും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ഖുർആൻ പറയുന്നു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ സൂക്ഷിക്കണട്ടോ, ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും അതിസൂക്ഷ്മം അല്ലാഹു തആല നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ദുനിയാവിൽ ചെയ്യാനുള്ളത് പരമാവധി അമൽ സാലിഹാത്തുകൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. എന്തിനു വേണ്ടിയാണിത്? നമ്മൾക്ക് പോകാനുള്ളത് ഖബറിലേക്കാണ്. ആദ്യം നമ്മൾക്ക് അവിടെ സുരക്ഷിതത്വം കിട്ടേണ്ടതില്ലേ? അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഇവിടെ അമൽ നന്നാക്കണം. ആരും നമ്മെ സഹായിക്കാനില്ല, ആരും രക്ഷപ്പെടുത്താനുണ്ടാവില്ല. നമ്മളും നമ്മുടെ അമലും അത് മാത്രമേ ബാക്കിയുണ്ടാകൂ. അത് കഴിഞ്ഞ് വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ എന്താ നമ്മുടെ സ്ഥിതി നമ്മൾ അറിയണം. നമ്മുടെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ കൈകളിൽ കിട്ടുന്ന പുസ്തകം, രേഖകൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് സ്വന്തം വിരലുകൾ കടിക്കുന്ന അതിദയനീയമായ ദാരുണമായ ഒരവസ്ഥയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഖുർആൻ പറയുന്നു, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും ചിന്തിക്കണം, ഓരോരുത്തരും ആലോചിക്കണം, നാളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ മോക്ഷത്തിന് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണ് നന്മകൾ ചെയ്യുന്നത്, ആരാണ് കർമ്മം ചെയ്യുന്നത്, ഇവിടെ ജന്മത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ജന്മമല്ല, കർമ്മമാണ് പ്രധാനം. തറവാട്ടുകാരൻ ഏത് തറവാട്ടിൽ ജനിച്ചാലും ഏത് കുടുംബത്തിൽ ജനിച്ചാലും യാതൊരു സ്ഥാനവും അവിടെ ഇല്ല. വളരെ കൃത്യമായി യാ അയ്യുഹന്നാസ് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു തആല ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് തഖ്വ കൊണ്ടല്ലാതെ നിങ്ങൾ മാന്യനാകുന്നില്ല അള്ളാഹുവിന്റെ പക്കൽ. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. അപ്പം നമ്മുടെ രക്ഷയും നമ്മുടെ സമാധാനവും നമ്മൾക്കുണ്ടാകുന്ന വിജയവും എന്തിന്റെ അടിസ്ഥാനത്തിലാ? നമ്മുടെ അമലുകളുടെ അടിസ്ഥാനത്തിലാ. അമലുകൾ കൃത്യമായി ചെയ്യണമെങ്കിൽ വിശുദ്ധി ഉണ്ടാകണം, തഖ്വയുണ്ടാക്കണം. ആ തഖ്വ നേടിയെടുക്കണമെങ്കിൽ കൃത്യമായ വിശ്വാസം വേണം. കളങ്കമില്ലാത്ത, കലർപ്പില്ലാത്ത വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് തഖ്വയോടുകൂടി അമലുകൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കൂ. ഖുർആൻ പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, മുഅ്മിനാകണം.
കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ഈമാനോട് കൂടി അമൽ ചെയ്യണം. ഈമാനില്ലാത്ത അമൽ അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ ഈമാനോടുകൂടി മുഅ്മിനായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ആര് തന്നെ നന്മ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കും. ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവർക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം അള്ളാഹു തആല നൽകും. അത് ദുനിയാവിലും നൽകും, ആഖിറത്തിലും നൽകും. വലനജ്സിയന്നഹും, ആഖിറത്തിലെ സ്ഥിതി അല്ലാഹു വീണ്ടും വിശദീകരിക്കുക. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിട്ടുള്ള, അവർ പ്രവർത്തിച്ചിട്ടുള്ള അമലുകൾക്ക് അനുയോജ്യമായ നിലയിൽ, അല്ലെങ്കിൽ അതിനേക്കാളും ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ നിലയിൽ അവർക്ക് നാം പ്രതിഫലം നൽകും എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ നാളെ പരലോകത്ത് നമ്മളെ ഹാജരാക്കപ്പെടുന്ന രണ്ട് രീതിയിലാകണം. ഒന്ന്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് അങ്ങനെ പോകണം, എങ്കിലേ സന്തോഷവും സമാധാനം ഉണ്ടാകൂ. ദുനിയാവിൽ നിന്ന് നമ്മളെ അല്ലാഹു തആല വിളിക്കുമ്പം നമ്മളൊരു വിയർപ്പോട് കൂടിയാകണം, വിയർത്തൊലിച്ചുകൊണ്ടാകണം. അൽ മുഅ്മിനു യമൂതു ബി അർഖിൽ ജബീന, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരണത്തെ പുൽകുന്നത് അവന്റെ നെറ്റിത്തടം വിയർത്തൊലിച്ചുകൊണ്ടാണെന്ന. അധ്വാനിച്ചിട്ടുള്ള വിയർപ്പല്ല, മരം പേറിയിട്ടുള്ള വിയർപ്പല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അമൽ ചെയ്യുകയാണ്. അമൽ ചെയ്തതിന്റെ പേരിലുള്ള വിയർപ്പ. അങ്ങനെ വിയർപ്പോടുകൂടിയും പുഞ്ചിരിയോടുകൂടിയും വദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, ഖുർആൻ പരാമർശിച്ചില്ലേ? മുത്മഇന്നത്തായ ശാന്തമായ മനസ്സോടുകൂടി നാളെ അള്ളാഹുവിന്റെ വിളി കേട്ട് ഏത് സമയത്തും ആ വിളി കാതോർത്ത് നിൽക്കണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മരണം അവനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ ഏത് സമയത്തും ആ വിളി വരാം. ആ വിളി വരുമ്പോൾ സമാധാനത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി വിയർപ്പോടുകൂടി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളുണ്ട്. ഇപ്പം പരിശുദ്ധ റമളാനാണ്. ഈ റമളാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ സൂക്ഷ്മതയുള്ളവരാകാൻ, നമ്മൾക്ക് സ്വർഗം കിട്ടാനുമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മളൊരു മാറ്റത്തിന് വിധേയമാകണം. നമ്മൾ സ്വയം വിചാരിച്ചാലല്ലാതെ, നമ്മൾ സ്വയം മാറ്റത്തിന് തയ്യാറായാലല്ലാതെ ഒരു മാറ്റം നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം, പരിശുദ്ധമായ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവുമില്ല. അത് ഹുദൻ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, മുത്തഖീങ്ങളുടെ മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പം പരിശുദ്ധ ഖുർആനാണ് ജീവിതത്തിന്റെ രേഖയായി നമ്മൾ സ്വീകരിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയായിരുന്നു, തൻ്റെ ജീവിതത്തിന്റെ രീതി എന്തായിരുന്നു, തൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി എന്താ പറഞ്ഞത്? ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിവർത്തിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്വഭാവങ്ങളെ ഒന്ന് തിരുത്താൻ, ഒന്ന് മാറ്റാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നെറ്റിത്തടത്തിൽ കാണുന്ന തഴമ്പ്, നെറ്റിത്തടത്തിലുണ്ടാകുന്ന വലിയ വലിയ രൂപത്തിലുള്ള തഴമ്പോ, നാം ധരിക്കുന്ന ശുഭ്ര വസ്ത്രമോ, അതേപോലെ തന്നെ നമ്മൾ നെരിയാണിക്ക് മീതെ നമ്മൾ ഉടുക്കുന്ന നമ്മുടെ പാൻറ്റോ, അതിനുമപ്പുറം നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വലിയ നീണ്ട ഒരു തട്ടമുണ്ട്, സലഫി തട്ടം എന്നൊക്കെ പറയുന്ന, അങ്ങനെ നീണ്ട തട്ടം ധരിച്ചത് കൊണ്ടോ, നെരിയാണിക്ക് മീതെ പാൻറ് ഉടുത്തത് കൊണ്ടോ, ശുഭ്ര വസ്ത്രധാരികളായി എന്നതുകൊണ്ടോ, വലിയ തഴമ്പ് ഉണ്ടായി എന്നതുകൊണ്ടോ മാത്രം ഒരു സ്വർഗപ്രവേശം സാധ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ അമലുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയ രണ്ട് ഉപദേശമുണ്ട്. ഒന്ന്, യാ മുആദ് ഇത്തഖി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും, അത് ഏത് സ്ഥലത്താണെങ്കിലും നീ അള്ളാഹിനെ സൂക്ഷിച്ച് മാത്രമേ നീ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. രണ്ട്, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. നമ്മൾ അറിയണം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ, നമ്മൾ ക്രമപ്പെടുത്തലുകളിൽ എന്താ നമ്മുടെ സ്ഥിതിഗതി എന്ന് നമ്മൾ അറിയണം. ആളുകളെ വെറുപ്പിച്ചുകൊണ്ട്, ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്
കൊണ്ട് എന്നും ഒരു പ്രശ്നക്കാരനായി ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ എന്തുമാത്രം തഴമ്പ് കെട്ടിയത് കൊണ്ട് സ്വർഗപ്രവേശം സാധ്യമല്ല. നമ്മൾ മുച്ചൂടും ഒരു മാറ്റമുണ്ടാകണം. അതിനുവേണ്ടിയാ അല്ലാഹു തആല ഇങ്ങനെയൊക്കെ നോമ്പ് നിശ്ചയിച്ചത്. രാത്രിയിൽ പ്രയാസപ്പെട്ട് ഉറക്കമൊഴിച്ച് അള്ളാഹുവിന്റെ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കണം. അത് പ്രവാചകന്റെ ചര്യയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നോമ്പിന്റെ അവസാന സമയം ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് ഇരിക്കലല്ലായിരുന്നു. പ്രവാചകൻ 10 ദിവസവും ഒന്നിച്ച് ഈത്തിക്കാഫ് ഇരുന്ന രീതിയായിരുന്നു അള്ളാഹിന്റെ പ്രവാചകന്റെ സ്വഭാവം. അത് റസൂലുള്ളാഹിന്റെ മരണശേഷം തന്റെ ഭാര്യമാര് ഈത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾക്ക് കാണാം. നമ്മൾ ഈ രംഗത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾക്ക് എന്തു മാറ്റമുണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പുതിയതായ എന്ത് ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിച്ചു എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി, നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ഓരോ പ്രവർത്തികളും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്, ദുആകളുടെ ദിവസങ്ങളാണ്, അള്ളാഹു ഉത്തരം ചെയ്യുന്ന പ്രത്യേക ദിവസങ്ങളാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളും കൃത്യമായി ഇൻഡിവിജ്വലായിട്ടുള്ളതും കുടുംബപരമായിട്ടുള്ളതും എല്ലാ സാമൂഹികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങളും നമ്മൾ നിരത്തിവെച്ച് അള്ളാഹുവിനോട് കരഞ്ഞ കണ്ണുകളോടെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട ഒരു ഘട്ടമാണ് എന്ന് നമ്മൾ അറിയണം. മുസ്ലിം ഉമ്മത്ത് ഇന്നത്തെ സാഹചര്യം നമ്മൾ അറിയണം. നമ്മൾ ഒരു വമ്പിച്ച തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇവിടെ ജീവിക്കണോ ഇവിടെ മരിക്കണോ എന്നാലോചിക്കാനുള്ള ഏറ്റവും കൃത്യമായ ഒരു സമയമാണ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. നമ്മൾ അറിയണം ആരാണ് നമ്മൾക്ക് രക്ഷ. മുസ്ലിം ഉമ്മത്ത്. എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? എവിടെയാണ് രക്ഷയുണ്ടാകുന്നത്? ഇവിടെ ദീൻ അനുസരിച്ച് ജീവിക്കാനും ഈ ദീൻ സമൂഹത്തില് പ്രബോധനം ചെയ്യുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. മാന്യതയോടുകൂടി മര്യാദയോടുകൂടി. അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ ഇതാരുടെയും തറവാട് സ്വത്തല്ല, ഇതാർക്കും തീരെഴുതി കൊടുത്തതല്ല. ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, ഇത് അർളുള്ളയാണ്, അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഈ ഭൂമിയിൽ വളരെ മാന്യമായി ജീവിക്കാനുള്ള അവസരമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അത് നഷ്ടപ്പെടുമ്പോൾ, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുമ്പോൾ, അതിനെക്കുറിച്ച് ആശങ്കയുണ്ടാകുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകൾ അള്ളാഹുവേ സംരക്ഷകനായ റബ്ബേ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. ഈ രാജ്യത്ത് മാന്യമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണേ റബ്ബേ. ഇസ്ലാമിനെ, മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടത്തിന് അള്ളാഹുവേ നീ സാധ്യത നൽകണേ എന്നൊക്കെ മനസ്സുരുകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ സമയം. വളരെ കൃത്യമായി ആലോചിച്ച് ചിന്തയോടുകൂടി നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നിടത്ത് പോലും കൃത്യമായ ആലോചനകൾ. ഇത് ദീനിന്റെ വിഷയമാണ്, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഇത് മതത്തിന്റെ പ്രശ്നമാണ്. ഇതൊക്കെ ഒരു മുസ്ലിമിനെ ഉമ്മത്ത് എന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ എല്ലാ അമലുകളും, എല്ലാ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാം അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർബന്ധമായ ഒരു സംഗതിയാണ് സക്കാത്തുൽ ഫിത്തർ. ഹിജറ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ആ സമയത്ത് തന്നെ സക്കാത്തുൽ ഫിത്തറും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കിയത് തുഹ്റത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസ്. നമ്മൾ നോമ്പെടുത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ പോരായ്മകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, അതോടൊപ്പം വതുഹ്മത്തൻ ലിൽ മസാക്കീൻ, മിസ്കീനുകൾക്ക് ഒരു ഭക്ഷണം എന്ന നിലയിലുമാണ് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
മൻ അദ്ദാഹ ഖബ്ല സ്വലാ, നിസ്കാരത്തിൻ്റെ മുമ്പാണ് അത് നൽകേണ്ടത് എങ്കിൽ ഫഹിയ സകാത്തുൻ മഖ്ബൂല, നിസ്കരിക്കുന്നതിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്താണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി, നിസ്കരിച്ചതിന് ശേഷമാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതെങ്കിൽ വഹിയ സദഖത്തുൻ മിൻ സദഖാത്ത്, അതൊരു സദഖയായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടൂ. പിന്നെ 1-2 ദിവസം മുമ്പ് തന്നെ ഇത് വിതരണം ചെയ്യാവുന്നതും ആണ്. പിന്നെ റമളാനിൻ്റെ അവസാനത്തെ ആ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് ജനിച്ച കുട്ടിക്ക് വരെ എന്ത് കൊടുക്കണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അവസാനത്തെ ആ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് ജനിച്ച കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. നമ്മുടെ നാട്ടിൽ സാധാരണ അതിൻ്റെ കണക്ക് ഒരു സാ ആണ്. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്. 4 മുദ് എന്ന് പറഞ്ഞാൽ ഒരു മുദ് 2 കൈ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കോരുന്ന ഒരു കോരലാണ് ഒരു മുദ് എന്ന് പറയുന്നത്. അപ്പം 4 കോരലാണ് പറഞ്ഞത്. ഏകദേശം നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തതും 2 മുതൽ 2600 വരെയുള്ള അതിനിടയിൽ 2.5 വാങ്ങുന്നവരും 2.400 ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതായിരുന്നാലും അത് നിർബന്ധമായും ഓരോ വ്യക്തിയും അത് കൊടുക്കേണ്ടതാണ്. മാത്രമല്ല ഇസ്ലാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അത് സംഘടിതമായി നിർവഹിക്കലാണ്. നോസം കണ്ടു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ചൂട്ടയും കത്തിച്ച് വിളക്കും കത്തിച്ച് ഇങ്ങനെ പോകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ കാലത്തുണ്ട്. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ മാസപ്പിറവി കണ്ടാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ ആളുകളെ തെണ്ടാനുള്ള ഒരു രീതിയല്ല ഫിത്ർ സക്കാത്ത് വന്നത്. ആളുകളെങ്ങനെ തെണ്ടിത്തിരിക്കുക, അങ്ങനെ പോയി വാങ്ങിക്കൊണ്ടുവരിക, ഈ രീതി ഇസ്ലാമിൻ്റെ രീതിയല്ല. ഇത് സംഘടിതമായി ശേഖരിച്ച് അത് സംഘടിതമായി അവിടെ എത്തിച്ചു കൊടുക്കും. ആ അർഹതപ്പെട്ട ഇതിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് സക്കാത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട 8 അവകാശികൾ തന്നെയാണ് ഫിത്ർ സക്കാത്തിൻ്റെയും അവകാശികൾ. ഇത് വളരെ കൃത്യമായി ശേഖരിക്കുകയും അതങ്ങനെ തന്നെ അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. പിന്നെ പണമായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഫറള സക്കാത്തുൽ ഫിത്ർ മിൻ റമളാൻ, റമളാൻ മാസത്തിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധം ആണ്. അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന, ഓരോ മുസ്ലിമിനും ഇത് നിർബന്ധമാണ്, ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അത് എത്രയും വേഗം അത് കൊടുക്കേണ്ടത് ഇവിടെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ അത് നിർവഹിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല ഓരോ സംഗതികളും ഇങ്ങനെ ഘട്ടം ഘട്ടമായി റമളാനിൻ്റെ പരിസമാപ്തിയിലാണ് ഈ സക്കാത്തുൽ ഫിത്ർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം എന്താ, അത്രയും ദിവസം നമ്മളെ നോമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് അത്രക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടിമ കൃത്യമായി അവൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി അവൻ നേരെ സ്വർഗത്തിലേക്ക് പോകണം, റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ തന്നെ പോകണം എന്ന് അള്ളാഹുവിന് ഒരു നിർബന്ധമുണ്ട്. ഏത് സമയവും അള്ളാഹുവിൻ്റെ വിളി കേൾക്കും. അതിന് റെഡിയായി നമ്മൾ നിൽക്കണം. ആരോട് സമ്മതം ചോദിച്ചിട്ടല്ല അള്ളാഹു തആല നമ്മളെ ഏറ്റെടുക്കുന്നത്. ആ ഒരു സമയം വരുന്നതിന് മുമ്പ് നല്ല ഓർമ്മയും നല്ല ചിന്തയും ഒക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ പരമാവധി സദക്കകൾ ചെയ്യാം. സദക്കകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, ധർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അതിന് എത്രയോ ഇരട്ടി ആയിരക്കണക്കിന് മടങ്ങി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സമയമാണ് ഈ റമളാൻ, ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചില്ലിക്കാശിന് അതിന് എത്രയാണെന്ന് പ്രതിഫലം നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പം ഇതിലൊക്കെ നമ്മൾ എന്ത് വേണം, ഒരു ആവേശത്തോടു കൂടി വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനം നേടിയെടുക്കുന്നതിന് വേണ്ടി മത്സര ബുദ്ധിയ നിങ്ങൾ പ്രവർത്തിക്കണമെന്നത് ഖുർആനിൻ്റെ ശൈലിയാണ്. ആ നിലക്കാവണം ഓരോ വിഷയത്തിലും നമ്മൾ ഇടപെടേണ്ടത്. നമ്മൾ അതിന് തയ്യാറാവുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും അതേപോലെ തന്നെ നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ രാത്രിയിലെ തറാവീഹ്, ഖിയാമുൽ ലൈൽ, ഇതെല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഏറ്റവും ഉദാത്തമായ ഏറ്റവും ഉന്നതമായ സ്ഥാനം കിട്ടുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുരിതങ്ങളും അല്ലാഹു തആല എത്രയും വേഗം ദൂരീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, ഫലസ്തീനിലെ മക്കൾ
പട്ടിണി കൊണ്ട് മരണപ്പെടുന്ന അതിദയനീയമായ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചകം പൊട്ടുന്നുണ്ട്. എന്ത് ചെയ്യാൻ? അള്ളാഹുവേ, അവർക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബക്കാർ അള്ളാഹുവേ ഫലസ്തീനിൻ്റെ മണ്ണിൽ പ്രയാസപ്പെടുന്നു നാഥ. അള്ളാഹുവേ, അവർക്ക് രക്ഷയും സമാധാനവും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സഹോദരീ സഹോദരങ്ങൾ വീടുകളിലും ആശുപത്രികളിലുമൊക്കെ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞുകൂടുന്നുണ്ട് നാഥ. അവർക്ക് അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരമേകി നിന്റെ സന്നിധിയിലേക്ക് വന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഈ പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കുന്ന നമ്മുടെ ബഷീർക്ക ഈ ഒരു വെള്ളിയാഴ്ചയെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മോട് മരണപ്പെട്ടു, വിട പറഞ്ഞു പോയി. പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾക്കാർക്കും അത് താങ്ങാൻ കഴിയാത്തതാണ്. അബ്ദുറഹീം, അതുപോലെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആളുകൾ ഈ റമദാൻ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അള്ളാഹുവേ, അവർക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ തെറ്റുകൾ അള്ളാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ എല്ലാവരും മരണത്തിന് കീഴടങ്ങിപ്പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹുവേ മഗ്ഫിറത്തും അർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും അള്ളാഹുവേ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അള്ളാഹുവേ, നോമ്പുകാർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം കിട്ടുന്നവരിൽ അള്ളാഹുവേ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في فلسطين، اللهم انصر المجاهدين في فلسطين. اللهم دمر أعداء الدين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين واجعلنا من الصائمين. ربنا تقبل منا دعاءنا وتقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.